നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന പകരച്ചുങ്കം വരുത്തിവെക്കാൻ പോകുന്ന പ്രതിസന്ധികളെ നേരിടാൻ അതിവേഗ നീക്കങ്ങൾ നടത്തുകയാണ് ആപ്പിൾ. ട്രംപിന്റെ പുതിയ നികുതി നിരക്കുകൾ നിലവിൽ വരും മുമ്പ് ലഭ്യമായ പരമാവധി ഡിവൈസുകൾ ആപ്പിൾ സ്റ്റോക്ക് ചെയ്തു കഴിഞ്ഞു. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും മാർച്ച് അവസാന ആഴ്ച 5 ഫ്ലൈറ്റ് നിറയെ ഐഫോണുകളും മറ്റ് ആപ്പിൾ ഡിവൈസുകളും അമേരിക്കയിൽ എത്തിക്കാൻ ആപ്പിളിന് സാധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പുതിയ നികുതി നിലവിൽ വന്നാൽ ഐഫോണുകൾ അടക്കമുള്ളവയ്ക്കുണ്ടാകുന്ന വില വർധനവ് മറികടക്കാനാണ് ഈ ഒരു നീക്കം. ഇപ്പോൾ പൊതുവെ ആപ്പിൾ തങ്ങളുടെ ഡിവൈസുകൾ ഫാക്ടറികളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സീസൺ അല്ല. എങ്കിലും വരാൻ പോകുന്ന അപകടത്തെപ്പറ്റി സൂചന ലഭിച്ചതോടെ ആപ്പിൾ അതിവേഗം ഉണർന്ന് പ്രവർത്തിക്കുകയും പ്രൊഡക്ഷൻ വേഗത്തിലാക്കി പരമാവധി ഡിവൈസുകൾ അമേരിക്കയിൽ സ്റ്റോക്ക് ചെയ്യുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപ് കൊണ്ടുവന്ന പുതിയ പകരച്ചുങ്കം നിലവിൽ വരുന്നതിന് മുമ്പുള്ള സ്റ്റോക്ക് ആയതിനാൽ തന്നെ ഇപ്പോൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഡിവൈസുകൾ പഴയ നിരക്കിൽ തന്നെ നൽകാൻ സാധിക്കും. നിലവിൽ അമേരിക്കയിലോ ലോകത്ത് മറ്റേതെങ്കിലും വിപണിയിലോ ആപ്പിൾ ഡിവൈസുകളുടെ വില വർദ്ധിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ആപ്പിൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പുതിയ നികുതി മൂലം ഐഫോൺ വില വർദ്ധിക്കുമെന്ന ഭയം ആളുകൾക്കുണ്ട്. അതിനാൽ പഴയ ഐഫോണുകൾ മാറ്റി പുതിയവയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നവരും ഏറെയാണ്. അതേസമയം ട്രംപിന്റെ പകരച്ചുങ്കം നടപ്പിലായ ശേഷം അമേരിക്കയിൽ ഇറക്കുന്ന ഐഫോണുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് പുതിയ നികുതി നൽകേണ്ടി വരും. ഇങ്ങനെ ഇറക്കുന്ന ഡിവൈസുകൾക്ക് സ്വാഭാവികമായും വിലയും വർദ്ധിപ്പിക്കേണ്ടി വരും. എന്നാൽ നികുതി കൂട്ടിയത് അമേരിക്കയിലാണെങ്കിലും ഐഫോണുകൾക്ക് വില കൂട്ടിയാൽ അത് അമേരിക്കയിൽ മാത്രമായി കൂട്ടില്ല എന്നാണ് ആപ്പിൾ പറയുന്നത്. അതായത് പണി കിട്ടിയാൽ തങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല, എല്ലാവരും അതിന്റെ ഫലം അനുഭവിക്കണമെന്നാണ് ആപ്പിളിന്റെ പോക്ക്. ഈ ആഘാതം നികത്തുന്നതിനുള്ള ഏതൊരു വില വർധനവും US വിപണിയിൽ മാത്രമായി പരിമിതപ്പെടുത്താൻ കഴിയില്ല. മറിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രധാന ആഗോള മേഖലകളിൽ ഇത് നടപ്പിലാക്കേണ്ടി വരുമെന്നാണ് ചില സ്രോതസ്സുകളും വെളിപ്പെടുത്തിയത്. അതേസമയം തന്നെ ചിലവ് വർദ്ധിച്ചത് ഉപയോക്താക്കളിലേക്ക് എത്തുന്നത് ഒഴിവാക്കാനുള്ള വഴികളും ആപ്പിൾ ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഉൽപാദന സ്ഥലങ്ങളിലുടനീളമുള്ള വ്യത്യസ്ത താരിഫ് ഘടനകൾ തങ്ങളുടെ വിതരണ ശൃംഖലയെ എങ്ങനെ ബാധിക്കുമെന്നതും ആപ്പിൾ വിശകലനം ചെയ്യുന്നുണ്ട്. ലോകമെമ്പാടും ആപ്പിൾ ഡിവൈസുകൾക്ക് ആരാധകർ ഉണ്ടെങ്കിലും അവരുടെ ഏറ്റവും പ്രധാന വിപണി US തന്നെയാണ്. അതേസമയം ട്രംപ് കൊണ്ടുവന്ന പകരച്ചുങ്കം ആപ്പിളിനും ഇന്ത്യയിലുമൊക്കെ തിരിച്ചടിയാണ്. എന്നാൽ ഈ ഒരു തിരിച്ചടി ഫലപ്രദമായ ചില നേട്ടങ്ങൾക്കും ഇന്ത്യക്ക് സമ്മാനിക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ആപ്പിൾ ഡിവൈസുകളുടെ നിർമ്മാണം ഇന്ത്യയിലേക്ക് കൂടുതൽ എത്താൻ ഇത് സഹായിക്കുമെന്നാണ് കരുതുന്നത്. പകരച്ചുങ്കത്തിൽ US ഏറ്റവും അധികം നികുതി ചുമത്തിയിരിക്കുന്നതും ചൈനയ്ക്കാണ്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 54% നികുതിയാണ് പുതിയ താരിഫ് പ്രകാരം ചുമത്തിയത്. അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് US 26% നികുതിയേ ഉള്ളൂ. രണ്ടും തമ്മിൽ നോക്കിയാൽ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ് ആപ്പിളിന് ലാഭം. ചൈനയിൽ നിന്ന് തങ്ങളുടെ പ്രൊഡക്റ്റുകളുടെ നിർമ്മാണം ഘട്ടം ഘട്ടമായി മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റാൻ ആപ്പിൾ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ശ്രദ്ധിച്ചിരുന്നു. കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യയിൽ ഐഫോണുകളുടെയും മറ്റും നിർമ്മാണത്തിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഇനി അത് കൂടുതൽ വികസിപ്പിക്കാൻ ആപ്പിൾ പരിശ്രമിക്കും. അധിക നികുതിയായി നൽകേണ്ടുന്ന പണം ഇന്ത്യയിൽ ഐഫോൺ നിർമ്മാണം വ്യാപിപ്പിക്കാനായി വിനിയോഗിക്കാൻ ആപ്പിൾ പദ്ധതിയിടുന്നതായും വിവരമുണ്ട്. ട്രംപിന്റെ പുതിയ നികുതിയിൽ ആഘാതം കുറയ്ക്കുന്നതിന് ലക്ഷ്യമിട്ട് US ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ഐഫോണുകൾ വാങ്ങിയേക്കുമെന്ന അടുത്തിടെ റിപ്പോർട്ടുമുണ്ടായിരുന്നു.